ഞാനിത് F1 ടി വിയിൽ കാണുമ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കലുണ്ട്. ഇത്രയും കാശൊക്കെ മുടക്കി ഇറക്കണ വണ്ടിയല്ലേ, ഇവർക്ക് നല്ല ഗ്രിപ്പുള്ള ടയറൊക്കെ ഇട്ടൂടെ? ഇവരെന്തിനാണ് ഈ മൊട്ട ടയർ ഇറണേ? ഇപ്പം അടുത്താണ് അതിൻ്റെ ആ ശാസ്ത്രം എനിക്ക് മനസ്സിലായത്. അപ്പോൾ എൻ്റെ പോലെ എപ്പോഴും ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് ഉപകാരപ്പെടും. സംഗതി നമ്മുടെ വണ്ടിക്കുള്ളതും അവരുടെ വണ്ടിക്കുള്ളതും ടയർ തന്നെയാണ്, പക്ഷേ ഒന്ന് രണ്ട് തൂല് ജസ്റ്റ് വ്യത്യാസമുണ്ട്. ഇവർ ട്രാക്കിൽ ഉപയോഗിക്കുന്ന ടയേഴ്സിനെ ഡ്രൈ ടയേഴ്സ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ സ്ലിക്ക് ടയേഴ്സ്. ആ ടയർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കോമ്പൗണ്ട് വ്യത്യാസമുണ്ട് നമ്മുടെ റോഡ് ടയറിൽ നിന്ന്. സ്ലിക്ക് ടയേഴ്സിൻ്റെ കോമ്പൗണ്ട് എന്ന് പറയുന്നത് കൂടുതലും നാച്ചുറൽ റബ്ബറായിരിക്കും. അതായത് ഭയങ്കര സോഫ്റ്റ് ഇലാസ്റ്റിസിറ്റി ഉള്ളത്. ചൂടാക്കി കഴിഞ്ഞാൽ കറക്റ്റ് ചൂയിങ്കം ഒട്ട് പിടിക്കുന്ന പോലെ ഒട്ടും ട്രാക്കിൽ. അതാണ് അതിൻ്റെ സയൻസ്. റോഡ് ടയേഴ്സ് എന്ന് പറയുന്നത് കൂടുതലും ഒരു സിന്തറ്റിക് ബ്ലെൻഡ് റബ്ബറായിരിക്കും, ഹാർഡ് റബ്ബറായിരിക്കും. വലിയ ഗ്രിപ്പൊന്നും ഉണ്ടാവില്ല, ചൂടായി കഴിഞ്ഞാൽ വലിയ ഗ്രിപ്പൊന്നും ഉണ്ടാവില്ല. അതാണ് മെയിൻ വ്യത്യാസം. അതുകൊണ്ടാണ് F1 റേസിൽ ഇറങ്ങുന്ന വണ്ടികളുടെ ഈ ടയർ മുട്ടയിട്ടിരിക്കുന്നത്. അതായത് മാക്സിമം കോണ്ടാക്ട് പാച്ച് കിട്ടും ട്രാക്കായിട്ട്. നന്നായി ചൂടാക്കി കഴിഞ്ഞാൽ നല്ല ഗ്രിപ്പ് കിട്ടും. ഇത് ഈ ടയർ ചൂടായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പല കളികളും കളിക്കും. ഇപ്പം അടുത്തൊരു പടം ഇറങ്ങിയിട്ടുണ്ട്, അതിൽ ക്ലിയറായിട്ട് കാണിക്കുന്നുണ്ട്. F1 നമ്മുടെ മറ്റേ എൻ്റെ പേര് ബ്രാഡ് പിറ്റിൻ്റെ ഒരു പടം. അതിൽ ക്ലിയറായിട്ട് കാണിക്കുന്നുണ്ട് ടയർ ചൂടാക്കി നിലനിർത്താൻ വേണ്ടിയിട്ട് അവർ കാണിക്കുന്ന പെടാപാടുകൾ. അതുമാത്രമല്ല, ഇപ്പോൾ F1 റേസ് എന്ന് പറയുന്നത് ഒരു ലാപ്പ് മാത്രമല്ലല്ലോ, കുറേ ലാപ്പുകൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഈ ടയർ സെലക്ഷൻ ഭയങ്കര ക്രിട്ടിക്കലാണ്. ടയർ സെലക്ഷൻ പോയി കഴിഞ്ഞാൽ മൂഞ്ചി. ഭയങ്കര പവറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് കാര്യം, ഈ പവർ യൂസ് ചെയ്യാൻ പറ്റണ്ടേ, നല്ല ട്രാക്കിൽ നിൽക്കാൻ പറ്റണ്ടേ. സംഗതി ഈ റോഡ് ട്രാക്കൊന്നും നമ്മുടെ ഏരിയ അല്ല, എന്നാലും ഇത് കാണുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി. അതായത് F1 ഇറങ്ങുന്ന ഓരോ കാറിൻ്റെ പുറകിലും വലിയൊരു ടീമാണ്. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, എയറോഡൈനാമിക്സ്, ഡ്രൈവറുടെ മെൻ്റൽ സ്റ്റേജ്, ഹെൽത്ത്, ഇതൊക്കെ നോക്കാൻ. ഇതൊക്കെ ചെയ്താലും ആ കാറിൻ്റെ ഫസ്റ്റ് കോണ്ടാക്ട് പോയിൻ്റ് എന്ന് പറയുന്നത് ടയറാണ് ആ ട്രാക്കിൽ. അപ്പോൾ ഈ ലാപ്പുകളുടെ ഇടയിൽ ആ ടയർ സെലക്ഷൻ പാളി കഴിഞ്ഞാൽ പോയി. അപ്പോൾ പറഞ്ഞു തന്നത് റോഡ് ടയേഴ്സ് നമ്മുടെ സ്ലിക്ക് ടയേഴ്സ് പോലെ ചൂടായി കഴിഞ്ഞാൽ ഗ്രിപ്പൊന്നും കൂടുന്നില്ല, ചൂയിങ്കം പോലെയൊന്നും ആവുന്നില്ല. കാരണം ആ കോമ്പൗണ്ട് വ്യത്യാസമുണ്ട്. സിന്തറ്റിക് റബ്ബറാണ് കൂടുതലും റോഡ് ടയേഴ്സിൽ. അപ്പോൾ ആ ഗ്രിപ്പ് കുറവ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതിൽ ട്രക്ക് പാറ്റേൺ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. എല്ലാ കാലത്തും ഉപയോഗിക്കാം, കുറേ കാലം ഓടാൻ, കുണ്ടും കുഴികളൊക്കെ പോകുമ്പോൾ നമുക്ക് ആ ട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. എസ്പെഷ്യലി മഴക്കാലത്തൊക്കെ മഴ പെയ്യുമ്പോൾ അക്കോപ്ലാനെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഗ്രൂസൊക്കെ. അപ്പോൾ വെള്ളം ആ ഗ്രൂസിൽ കൂടെ പോവും, കോണ്ടാക്റ്റ് റോഡിൽ കിട്ടും. അതാണ് അതിൻ്റെ സയൻസ്. ഇപ്പോൾ റേസ് ടയേഴ്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിലും മഴയുള്ള സമയത്ത് അവർക്ക് ഈ സ്ലിക്ക് ടയേഴ്സ് ഉപയോഗിക്കാൻ പറ്റില്ല. മഴ, സ്ലിപ്പറി കണ്ടീഷൻസൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു വെറ്റ് ടയേഴ്സ് എടുക്കും. വെറ്റ് ടയേഴ്സ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ റോഡ് ടയേഴ്സ് പോലെ തന്നെ ഗ്രൂസൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ ട്രാക്ഷൻ കിട്ടും. അല്ലെങ്കിൽ വെള്ളത്തിൽ അക്കോപ്ലാനിങ് ഒരു വണ്ടി പൊന്തിപ്പോവും. ഈ ഡ്രൈ ടയേഴ്സ് അല്ലെങ്കിൽ സ്ലിക്ക് ടയേഴ്സിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 60 കിലോമീറ്റർ അല്ലെങ്കിൽ 100 കിലോമീറ്ററൊക്കെയാണ്. ഒരു ലാപ്പ് പോലും ചിലപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഭയങ്കര ഗ്രിപ്പൊക്കെ ഉണ്ടെന്നുള്ളൂ. നല്ല കാശ് കൊടുക്കണം. 2,40,000 രൂപയാണ് ഒരു ടയറിൻ്റെ വില. റോഡ് ടയർ എന്ന് പറയുന്നത് നമുക്ക് അത്ര കാശൊന്നും കൊടുക്കണ്ട, 60,000 കിലോമീറ്ററൊക്കെ ഓടും. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ വീട്ടിലത്തെ വണ്ടിയുടെ മൊട്ട ടയർ സ്ലിക്ക് ടയറല്ല. വേഗം മാറിക്കോ, അല്ലെങ്കിൽ ഇറച്ചിൽ മണ്ണ് പറ്റും, ചാടി നിൽക്കാൻ പറ്റില്ല. ഒരു വണ്ടിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് ടയർ എന്നും പറഞ്ഞ് വലിയൊരു പ്രബന്ധം തന്നെ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് 2 കൊല്ലം മുന്നേ. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കാണാം. വീണ്ടും മറ്റൊരു ടോപ്പിക്കുമായിട്ട് ഞാൻ വീണ്ടും വരാം. വീണ്ടും സന്ധിക്കും വരയ്ക്കും. വണക്കം.